കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഗുരുതരമായ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ട റോക്കി അസി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഡെയിലി ഒരുപാട് കണ്ടന്റുകൾ തന്നുകൊണ്ടിരുന്ന നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു റോക്കി അസി. ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പറയാതെ വയ്യ, ഒരുപാട് നല്ല കണ്ടന്റുകളും കാര്യങ്ങളും ആ വീട്ടിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു. റോക്കി കരഞ്ഞു മെഴുകി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾക്ക് പുറത്തു വന്നതിന് ശേഷം റോക്കിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. 6 വർഷമായിട്ട് സ്ഥിരമായിട്ട് സ്വപ്നം കണ്ട് ദിവസങ്ങൾ എണ്ണി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആളാണ് താൻ. അതുകൊണ്ടിട്ട് ആ ഒരു ചാൻസ് മിസ്സായതിന്റെ പേരിലും പിന്നെ ഒരു ദിവസം തന്റെ സുഹൃത്തായിട്ട് സിജോയെ കണ്ടതിന്റെ പേരിലും സിജോയോടും സിജോയുടെ ഫാമിലിയോടുമാണ് താൻ മാപ്പ് പറഞ്ഞതും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് കരഞ്ഞത് എന്നാണ് റോക്കി പറയുന്നത്. റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുമല്ല അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. റോക്കി അന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ശരിക്കും റോക്കി അസി എന്ന് പറയുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റി കൊണ്ട് നടക്കുന്ന റോക്കിക്ക് പറ്റിയത് എന്ത്? അയാൾക്ക് എവിടെയാണ് പിഴച്ചത്? ബിഗ് ബോസ് ഗെയിമിന്റെ ഒരു വശം മാത്രം കണ്ട് മനസ്സിലാക്കി മറ്റൊരു വശം ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത പോലെ തന്നെയായിരുന്നു റോക്കിയുടെ പെർഫോമൻസ് ഈ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂർമ്മ ബുദ്ധിയോടെയും കുശാഗ്ര ബുദ്ധിയോടെയും ഒക്കെ ചിന്തിച്ചു കൂട്ടുന്ന അയാൾക്ക് ഓവർ തിങ്കിങ് ഒരു വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ആ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് അയാൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്തതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ തന്നെയാണ് ഹൗസ് മേറ്റ്സ് അടക്കം പറയുന്നത്. മൈൻഡ് ഗെയിം കളിക്കുന്ന രീതി വെച്ചിട്ടാണെങ്കിലും ഫിസിക്കൽ ടാസ്കുകളിലാണെങ്കിലും എല്ലാം നല്ല മികച്ച രീതിയിലാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസ് ഗെയിമിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വക്രബുദ്ധികളും അയാൾക്ക് ഉണ്ടായിരുന്നതാനും. പക്ഷെ ഏതോ ഒരു നിമിഷത്തെ ഒരു ഒറ്റ ബുദ്ധിയാണ് അയാളെ ചതിച്ചത്. റോക്കിയെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് റോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിജോ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് സിജോയും റോക്കിയും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സിജോ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് അയാൾ പറയുന്നത് മറ്റൊരാൾ കുത്തിവെച്ച് കൊടുത്ത വിഷമാണെന്നാണ് സിജോ പറയുന്നത്. 6 വർഷമായിട്ടിരുന്ന് ഒരുപാട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ 6ാമത്തെ സീസണിലേക്ക് റോക്കി വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരു 3-4 തവണയായി റോക്കി പറയുന്നു. പക്ഷേ ആ ഒരു കാര്യം ചിന്തിക്കുമ്പോഴാണെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ പറ്റിയിട്ട് 100% അയാൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനെ തന്നെയാണ്. പലരും നമ്മളെ ട്രിഗർ ചെയ്യാനും പ്രവോക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. ട്രിഗർ ആവണോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ചിന്താഗതിയായിരിക്കും. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. റോക്കി ഔട്ടായതിനു ശേഷം ജിൻഡോയും റഷ്മിനും ആ ഒരു സമയത്ത് അവരെ പിടിച്ചു മാറ്റിയില്ല. റോക്കിയെയും സിജോയെയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വിട്ടു നോക്കി നിന്നു എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവിടെ ഋഷിയും അൻസിബയും ഒക്കെ പരാതി പറയുമ്പോൾ സ്വന്തം ചേട്ടനെ പോലെയാണെന്ന് പറഞ്ഞു നടന്ന ഋഷിയോ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് അയാളെന്ന് പറഞ്ഞു നടന്ന അൻസിബയോ അവിടെ അത്തരമൊരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അവരും ഒരു മൂലയ്ക്ക് പോയിരുന്ന് TV-യിൽ ഷോ കാണുന്നത് പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. എന്നിട്ട് ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവരതിനെ ഒരു ഗെയിം ട്വിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു രീതിയിലും അൻസിബയും ഋഷിയും അർജുനും ഒന്നും ആ ഒരു കാര്യത്തിൽ ഇടപെടാൻ ട്രൈ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷെ റോക്കി ഔട്ടായതിനു ശേഷം ഇരുന്ന് നല്ല രീതിയിലുള്ള സെന്റിമെന്റൽ ഒരു ട്രാക്ക് പിടിച്ച് അത് വേറെ രീതിയിലേക്ക് ഗെയിം കൊണ്ടുപോകാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പം ഒന്ന് ചീഞ്ഞ മറ്റൊന്നിന് വളമാകുക എന്ന് പറയുന്നത് പോലെ റോക്കിയുടെ ഇപ്പോഴുള്ള ഈ ഒരു നാശം ഉപയോഗിച്ചുകൊണ്ട് റോക്കിയുടെ പ്രേക്ഷകരെ പിടിച്ചു പറ്റാനുള്ളൊരു ശ്രമം മുടിയനും അൻസിബയും ഒക്കെ അവിടെ നടത്തുന്നുണ്ടെന്ന് തന്നെ പറയാം.
ഗെയിം കളിച്ചു പോലും തുടങ്ങുന്നതിന് മുമ്പ്, അതായത് റോക്കിയുടെ ഗെയിം വേവ് എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പാണ് റോക്കി പുറത്തു പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷക പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഏറെക്കുറെ പ്രേക്ഷകരുടെ പിന്തുണയുടെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ റോക്കിക്ക് അത്രയ്ക്ക് ആ ഒരു പീക്ക് ലെവലിൽ എത്തിയ ഒരു സമയത്ത് തന്നെയാണ് റോക്കിയുടെ ഈ ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നത്. ഇനി ഇതിൽ ഇയാൾക്കൊരു റീ എൻട്രി കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമാണ്. കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം അത്തരം വലിയൊരു ആക്ട് തന്നെയാണ് അയാൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.